അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖമായിട്ട് പോകുന്നുണ്ട്. എന്നെ അറിയാത്തവർക്കായിട്ട് ഒന്നും കൂടെ പരിചയപ്പെടുത്താം. ഞാൻ നിങ്ങളുടെയൊക്കെ കുറുമ്പി ജാസില നവാസ്. കുറുമ്പി എന്ന് ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കും കുറുമ്പിയോ എന്താണെന്ന്. എനിക്കിവിടെ രണ്ട് കുറുമ്പീസിൻ്റെ ഒരു കുറുമ്പനുണ്ട്. രണ്ട് കുറുമ്പികളും ഒരു കുറുമ്പനും കൂടെ ചേർന്നപ്പോൾ ഞാനതിനെ കുറുമ്പീസാക്കി. എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര്, യൂട്യൂബ് ചാനലിൻ്റെ പേരൊക്കെ കുറുമ്പീസ് ഫാമിലി വേൾഡ് കുറുമ്പീസ് എന്നൊക്കെ ആക്കി. അങ്ങനെ എൻ്റെ കുട്ടികളുടെ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇട്ട് ഇങ്ങനെ വരികയായിരുന്നു. വന്നിരുന്നപ്പോഴാണ് കുട്ടികൾക്കൊക്കെ പഠിക്കാൻ കുറച്ച് കൂടി ഇങ്ങനെ വന്നു. കുറച്ച് ക്ലാസ് ലെവലൊക്കെ മുകളിലോട്ടായപ്പം കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് അവിടെ കുറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ചാനലൊക്കെ ഇങ്ങനെ മോണിയായി വരാറായി. ഫേസ്ബുക്ക് മോണിയായി, യൂട്യൂബ് കുറച്ചൊക്കെ ഒന്ന് ഇതായി വന്നു. അപ്പോൾ ഇനി നിർത്താൻ പാടില്ലല്ലോ. ഇത്രയൊക്കെ കഷ്ടപ്പെടാതെയാണ് അത്രയും ആയി കിട്ടിയത്. നമ്മൾ അറിയാണ്ട് തന്നെ ഓരോ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടപ്പോഴാണ് അത്രയും മോണിയായത്, ഫേസ്ബുക്ക് മോണിയായതും. യൂട്യൂബ് ചാനൽ, ഒരു പഴയ ഒരു ചാനൽ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ ചാനൽ കുറച്ചധികം വാച്ചവറും വ്യൂസും ഒക്കെ ആയി കിട്ടിയത്. അപ്പോൾ ആ ചാനൽ എങ്ങനെയോ ഒന്ന് ഡിലീറ്റ് ആയപ്പോൾ വീണ്ടും ഞാൻ ഒരു ചാനൽ തുടങ്ങി. 3 മാസം കൊണ്ട് ഞാൻ ആ ചാനൽ മോണിയാകാം എനിക്ക് ആയി കിട്ടി. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് 3 മാസം കൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ആ ചാനൽ ഞാൻ മോണി ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചപ്പോൾ എൻ്റെ കൂടെ ദൈവം കൂടെ നിന്നു, പഠിച്ചറബ് കൂടെ നിന്നു, എനിക്കത് മോണിയാക്കി തന്നു. അതേപോലെ തന്നെ ഞാനും എൻ്റെ റബ്ബും കൂടെ നിന്നതിലുപരി റബ്ബിൻ്റെ സപ്പോർട്ട് തന്നത് പോലെ തന്നെ എൻ്റെ കൂടെ എനിക്ക് നിന്നത് എൻ്റെ സപ്പോർട്ടേഴ്സ്. ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ട്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരൊക്കെ സപ്പോർട്ട് ചെയ്തു. എൻ്റെ ലൈവിലൂടെ ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തവരുണ്ട്, ഒരുപാട് സ്നേഹിതരുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ ചാനലൊക്കെ മോണിയായത്. യൂട്യൂബ് ചാനൽ 3 മാസം കൊണ്ട് മോണിയായി. അപ്പോൾ എനിക്ക് നിങ്ങളോട് കുറേ ദിവസമായി ഇങ്ങനെ എന്താ പറയുക, വീഡിയോ ഇടാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഷോർട്സ് വീഡിയോ ഒക്കെ ഇട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഞാനിപ്പം 4-5 മാസം ആവുന്നുണ്ട് ചാനൽ തുടങ്ങിയിട്ട്, യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഫേസ്ബുക്ക് പേജും 20,000 ഫോളോവേഴ്സിൽ കൂടുതലായിരിക്കുന്നു എനിക്ക്. അപ്പം യൂട്യൂബിലാണെങ്കിൽ 6,000 ഫോളോവേഴ്സ് ഇപ്പോൾ ഒരു 4 മാസത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഒരുപാട് എല്ലാവരോടും, എല്ലാ സപ്പോർട്ടേഴ്സിനോടും ഒരുപാട് സ്നേഹവും കടപ്പാടും, എന്താ പറയുക, പ്രാർത്ഥന. അതിലുപരി എനിക്ക് ഏറ്റവും നിങ്ങൾക്കായി തരാൻ പറ്റുന്നത് എൻ്റെ പ്രാർത്ഥനയാണ്. ചില ആളുകൾക്കൊക്കെ ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും, എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ പരിഭവങ്ങളൊന്നും ഞാൻ പറയും, എൻ്റെ സ്വകാര്യതയിൽ മാത്രം പറയാറുള്ളൂ. അല്ലാണ്ട് എപ്പോഴും അങ്ങനെ പരിഭവങ്ങളൊന്നും പറയുന്ന ഒരാളല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിലുണ്ട്. ആദ്യം മുതൽ എന്നിലേക്ക് എനിക്ക് സപ്പോർട്ടായിട്ട് വന്ന നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മനസ്സിലുണ്ട്. നിങ്ങളാരും പോയിട്ടില്ല, നിങ്ങളെയൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരെയും എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര റിസ്ക്കുള്ളൊരു കാര്യമാണ്. അപ്പം ഒരു കമൻറ്റെങ്കിലും, ഒരു ലൈക്കെങ്കിലും, ഒരു വ്യൂസെങ്കിലും നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ എല്ലാ ഭാഗ്യങ്ങളുടെയും, എല്ലാ അവസരങ്ങളുടെയും, എല്ലാ എന്താ പറയുക, നന്മകളുടെയും ഒരു ഉറവിടം നിങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു കടപ്പാട്, ആ ഒരു സ്നേഹം, പ്രാർത്ഥന എപ്പോഴും എനിക്ക് നിങ്ങളോടുണ്ടാവും. അപ്പോൾ എൻ്റെ കുറുമ്പീസ്, കുറുമ്പീസ് ഇതൊക്കെ പേജൊക്കെ ഇട്ട് വന്ന പാടി എൻ്റെ നാട്ടിൽ എന്ന് വെച്ചാൽ എന്നെ കൊണ്ടുവന്ന നാട്ടിൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട് ഇവിടെയായിട്ട് 8 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കുറേ പേരൊക്കെ എന്നെ കുറുമ്പി എന്നാണ് ഇപ്പം വിളിക്കാറ്. അപ്പം ഞാനിപ്പോൾ ഒരു കുറുമ്പിയായി തീർന്നു. സത്യം ഞാൻ പറയട്ടെ, ഞാൻ എൻ്റെ മക്കളോട് കൂടി കഴിയുമ്പോഴത്തേക്കും ഞാൻ ചെറിയൊരു കുറുമ്പി തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുറുമ്പ്. കുഞ്ഞുകുട്ടികളോട് പെരുമാറാൻ എനിക്കിഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുഞ്ഞു മക്കളോടൊപ്പമാണ്. അതുകൊണ്ട് ഈ കുറുമ്പീസ്, എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, കുറുമ്പീസ് എങ്ങനെ വന്നു, കുറുമ്പി എങ്ങനെ ആയി എന്നൊക്കെ. അതാണ്, എനിക്ക് 2 കുറുമ്പികളുണ്ട്, ഒരു കുറുമ്പനും ഉണ്ട്. കൂടിയപ്പോൾ 3 കുറുമ്പേരായപ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഒറ്റ പേരിട്ട് കുറുമ്പീസ് എന്നാക്കി. അപ്പം ആ കുറുമ്പീസ് ഞാനിങ്ങനെ ആ ചാനൽ നടത്തി വരുന്നത് കാരണം എല്ലാവരും എന്നെ കുറുമ്പി എന്ന് വിളിച്ച് ഇപ്പം ആ കുറുമ്പി ഞാനായിത്തീർന്നു. 3 പേര് ചേർന്ന ഒരു കുറുമ്പിയാണ് ഈ ഞാൻ. അപ്പോൾ എല്ലാവരോടും സപ്പോർട്ട് ചെയ്തത് വ്യൂവെങ്കിലും ഒന്ന് നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എല്ലാവരോടും എനിക്ക് എൻ്റെ സ്നേഹവും പ്രാർത്ഥനയുണ്ട്. അതേപോലെ തന്നെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഒന്നും കറക്റ്റ് ആവുന്നില്ല, വലിയ കഴിവൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. ട്രൈ ചെയ്യുകയാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് വെറുതെയെങ്കിലും ഒന്ന് വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട്
ട്രൈ ചെയ്യുകയാണ്. ഒരു ചെറിയൊരു വരുമാനമെങ്കിലും കിട്ടിയാൽ അത് ഏറ്റവും വലിയ ഹൈർ എന്നുള്ള രീതിയിൽ ഞാനത് ട്രൈ ചെയ്യുകയാണ്. ഒരു ജോബായിട്ട് തന്നെയാണ് ഇതിനെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലരൊക്കെ തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ എൻ്റർടൈൻമെൻറ്റിനാണ്, ടൈം പാസിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. ഒരിക്കലില്ല. ടൈം കുറഞ്ഞൊരു വ്യക്തിയാണ്. എനിക്ക് വലിയ ടൈമൊന്നും കളയാൻ വേണ്ടിയില്ല. ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ദിവസം ചെയ്തു വരുന്നൊരു വ്യക്തിയാണ്. അതിനിടയ്ക്ക് കിട്ടുന്ന സമയം ഒന്ന് പ്രയോജനപ്പെടുത്തുന്നതാണ്, സമയം കണ്ടെത്തി എടുക്കുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ട്, ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എൻ്റെ കൂടെ ഉണ്ടാവണം. ഇൻഷാ അല്ലാ. നിങ്ങളുടെ കുറുമ്പീസ്. അടുത്ത വീഡിയോയിൽ വരും വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.